നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വേനലവധിയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാർത്ഥികളെ വരവേറ്റ വിദ്യാലയങ്ങൾ. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂർ GVHSSൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം വല്ലച്ചിറ GUP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വർഷക്കാലമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ശിവശങ്കരന് ഉപഹാരം നൽകി ആദരിച്ചു. വിരമിക്കലിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ ശിവശങ്കരനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചത്. വാർത്തകൾ വിശദമായി. വേനലവധിയുടെ നീണ്ട ഇടവേളയ്ക്കു ശേഷം വീണ്ടും വിദ്യാർത്ഥികളെ വരവേറ്റ് വിദ്യാലയങ്ങൾ. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂർ GVHSSൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, കഴിഞ്ഞ അധ്യയന വർഷം ദീർഘമായി 26 വർഷക്കാലത്തിന് ശേഷം തൃശൂർ ജില്ലയിലെ കുരുന്നുകൾ തൃശൂർ ജില്ലയുടെ അഭിമാനമായി മാറി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ സ്വർണ്ണക്കപ്പിന് മുത്തമിട്ട ജില്ലയായി നമ്മുടെ ജില്ല മാറി എന്നുള്ളതാണ്. അതിന്റെ പ്രതിഭകൾ ഇവിടെയും ഈ ക്യാമ്പസിലും ഉണ്ട്. ആ സ്കൂൾ യുവജനോത്സവത്തിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിലൂടെ സമൂഹത്തിന്റെ ഉയരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ കലകളെയും അവരുടെ പാട്ടുകളെയും കേരളം അതിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ മത്സര ഇനങ്ങളായി നമ്മൾ പ്രഖ്യാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം വല്ലച്ചിറ GUP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. പ്രധാനാധ്യാപിക T ഗീത അക്ഷരദീപം തെളിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യാകുട്ടൻ, ചേർപ്പ് AEO MB സുനിൽകുമാർ, പഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ, BPC ഇൻചാർജ് KR ബിനി, PTA പ്രസിഡന്റ് NN വിജയൻ, SMC ചെയർമാൻ AC ബിജേഷ്, MPTA പ്രസിഡന്റ് ഹേമ, ചീഫ് അക്കൗണ്ടന്റ് ജോസ് അലൂക്കാസ് ജ്വല്ലറി VP ഗൗതം, പ്രധാനാധ്യാപിക T ഗീത തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷക്കാലമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ശിവശങ്കരന് ഉപഹാരം നൽകി ആദരിച്ചു. വിരമിക്കലിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ ശിവശങ്കരനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചത്. ചടങ്ങിൽ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് K മോഹനൻ, സെക്രട്ടറി A ഉണ്ണികൃഷ്ണ വാര്യർ, ഫെസ്റ്റിവൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ, കൺവീനർ M സുജിത് കുമാർ, KS ഗിരീഷ്, വേണു പ്ലാക്കൽ, ജയകുമാർ എന്നിവർ സംസാരിച്ചു. തങ്കപ്പനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാവുന്ന കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്പലത്തിലെ വളരെ കൃത്യതയോടെയും ചിട്ടയോടെയും കാര്യങ്ങൾ നടത്തുന്ന അമ്പലത്തിലെ എല്ലാമാണ് തങ്കപ്പേട്ട. അപ്പോൾ തങ്കപ്പേട്ടന് വിരമിക്കല് ഞാൻ കൂടാൻ കഴിഞ്ഞ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തങ്കപ്പേട്ടൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാവട്ടെ, എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഒരു തമാശ പറയും, മറ്റൊരു തമാശ പറയാണ്, തങ്കപ്പേട്ടൻ പോകുമ്പോൾ കൂടെ ഭഗവതിയും കൂടെ കൊണ്ടുപോകരുത്. കാരണം അത്രയ്ക്ക് ഭഗവതിയുടെ വിശ്വസ്തനും എല്ലാ കാര്യത്തിലും ഭഗവതിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരാളാണ് തങ്കപ്പേട്ടൻ. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. KV ദാസൻ, സുനിൽ ലാലൂർ, AM അബൂബക്കർ, സിദ്ധാർത്ഥൻ KR, കുട്ടികൃഷ്ണൻ നടുവിൽ, PH ഉമ്മർ, വിനു എന്നിവർ സംസാരിച്ചു. V ഉണ്ണികൃഷ്ണൻ ക്ലാസിന് നേതൃത്വം നൽകി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും
എല്ലാ കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും കലാലയങ്ങളും തിയേറ്ററുകളും ഭിന്നശേഷിക്കാർക്ക് കൂടി പ്രാപ്യമാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അർബിന്ദു. കുടുംബശ്രീ ജില്ലാ മിഷൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മക്കൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായിട്ട് അവരുടെ സാമൂഹ്യ പരിശീലനം സാധ്യമാക്കുന്നതിനു വേണ്ടി കേരളത്തിൽ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് ബഡ് സ്കൂളുകൾ. ബഡ് സ്കൂളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തമുള്ള വകുപ്പ് എന്ന നിലയിലാണ് സാമൂഹ്യനീതി വകുപ്പ് അതുമായി കൈകോർത്ത് പിടിക്കുന്നത്. നമ്മുടെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സാമൂഹ്യ പുനരധിവാസം, അതായത് പ്രകൃതിയെയും സമൂഹത്തെയും മറ്റുള്ളവരെയും ഒക്കെ മനസ്സിലാക്കാനും തങ്ങളുടേതായ കഴിവുകൾ വികസിപ്പിക്കാനുമൊക്കെ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബഡ് സ്കൂളുകളുടെ ലക്ഷ്യം. 18 വയസ്സിൽ താഴെയുള്ളവരാണ് ബഡ് സ്കൂളിലുള്ളത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ നമുക്ക് കൂടുതലായി ആരംഭിക്കണം. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അത് വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ആടാനും പാടാനും ചിത്രം വരയ്ക്കാനും ഒക്കെയുള്ള വേദികൾ ഉണ്ടാക്കിക്കൊടുത്ത് അവരെ അതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ്. വെങ്ങിണിശ്ശേരി സാന്ത്വനം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായ പരിശീലന പരിപാടികളിലൊപ്പം തന്നെ ഡാൻസ് പരിപാടികൾ, ചെണ്ട പരിശീലനം. ഈ ചെണ്ടയൊക്കെ നന്നായി കൂട്ടുന്ന കുട്ടികളുണ്ട്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യായിരുന്നത്. ചെണ്ട കൂട്ട പരിശീലനം, നൃത്ത പരിശീലനം, അതുപോലെ തന്നെ എല്ലാ പരിശീലന പരിപാടികളും അവരുടെ വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായിട്ടുള്ള മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മികവിന്റെ കേന്ദ്രങ്ങൾ, നമ്മുടെ ബഡ്സ് സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവരെയും ഉൾച്ചേർത്തിട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെ ആൾക്കാരെയും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരാനായിട്ടുള്ള പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ സംഘടന നടത്തിയിട്ടുണ്ട്. എല്ലാവരെയും അറിയുന്ന രീതിയിൽ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഈ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും നന്നായി മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും നന്നായി നടക്കുന്നുണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് എന്നിവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ 3ാം സ്ഥാനം നേടിയ അശ്വിൻ ശ്രീകുമാറിനെയും ബഡ്സ് സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും സ്വയം തൊഴിൽ പരിശീലനത്തിന് പിന്തുണ നൽകുന്ന ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ, ജെറി ജോസഫ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TK ഗീത, CK സുനിൽകുമാർ, NT സജീവൻ, പാറളം പഞ്ചായത്ത് അംഗം സിബി സുരേഷ്, ഫാദർ ജോൺ പാലിയക്കര, കുടുംബശ്രീ SAP M ആര്യ, PTA പ്രസിഡന്റ് ചന്ദ്രൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബഡ്സ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും പകൽ വീടമ്മമാരുടെ കലാപരിപാടികളും അരങ്ങേറി. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പഞ്ചായത്തുതല പ്രവേശനോത്സവവും പുതിയതായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ്. മെമ്പർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സ്കൂളിലേക്ക് കുട്ടികൾ ഇറങ്ങുന്ന സമയത്തൊരു മഴ അത് പെയ്തു, അതേപോലെ തന്നെ പോയി. കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മഴ നമ്മളെ വല്ലാതെ പേടിപ്പിച്ചു. സ്കൂളുകളൊക്കെ ഈ ദിവസം തുറക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു കരുതി. ഭാഗ്യത്തിന് മഴ നീങ്ങി നിന്നു. വീണ്ടും നല്ല രീതിയിൽ തന്നെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് എല്ലാ സ്കൂളുകൾക്കും സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ സ്കൂള് ഈ വർഷം പുതിയൊരു
ഒരു മാതൃക കൂടി കാണിച്ചുകൊണ്ടാണ് ഈ പ്രവേശനോത്സവത്തിനെ വരവേറ്റിയിരിക്കുന്നത്. നമ്മൾ അറിയാം, നിത്യേനോണം മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ് കുട്ടികൾ വെള്ളത്തിൽ പോയി മരിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും അനിവാര്യതയാണ് കുട്ടികൾ നീന്തൽ അഭ്യസിച്ചിരിക്കുക എന്നുള്ളത്. എല്ലാ സമയത്തും നീന്തൽ അഭ്യസിച്ചിരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടായിക്കൊള്ളുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഒരു പരിധി വരെ നമുക്ക് അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ അത് വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ പഞ്ചായത്ത് അത് ഒരു പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. നമ്മുടെ നീന്തൽക്കുളത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വരുന്നേ ഉള്ളൂ. എന്നാൽ കൂടിയും പദ്ധതി നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ നീന്തൽ പരിശീലനത്തിൻ്റെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് എന്ന സന്ദേശം പങ്കുവച്ച വിദ്യാലയത്തിൽ നടപ്പാക്കുന്ന സദ്ഗമയ പദ്ധതിയുടെ ഭാഗമായാണ് നീന്തൽ പരിശീലനത്തിനായി സ്വിമ്മിംഗ് പൂൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഒപ്പം യോഗ, സൈക്ലിംഗ്, മെഡിറ്റേഷൻ എന്നിവയും നടപ്പിലാക്കുന്നുണ്ട്. പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ അധ്യക്ഷത വഹിച്ചു. കളിച്ചിരികളും കുസൃതിയും കാട്ടാനായിട്ട് നമ്മുടെ സ്കൂളുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു സർപ്രൈസ് പോലെ തന്നെ നമ്മുടെ മാഷ് ഇപ്രാവശ്യം നമുക്കൊരു അക്വാറ്റിക് കോംപ്ലക്സ് പോലെ ഒരു സ്വിമ്മിംഗ് പൂള് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാഠ്യ വിഷയങ്ങളിലൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും മക്കൾ വളർന്നു വരണമെന്നോ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഇന്ന് നമുക്കിവിടെ തുറന്നു കിട്ടിയ നീന്തൽക്കുളം. എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ, സ്കൂൾ മാനേജർ KG അച്യുതൻ, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സരോവരം അക്വാറ്റിക് സ്വിമ്മിംഗ് പൂൾ പ്രൊജക്ട് പൊതുവിദ്യാലയങ്ങളിലെ അഭിമാന നേട്ടമായാണ് കണക്കാക്കുന്നത്. കുട്ടികൾക്ക് കൗതുകകരമായ സ്വിമ്മിംഗ് പൂളിൽ ബോട്ടിംഗ് സവാരിയും നടത്തി. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. സഞ്ജീവനി സമിതി ട്രഷറർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, 1ാം ക്ലാസ്സിൽ നമ്മളൊരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് 6 വയസ്സുണ്ടാവണമെന്നാണ്. 6 വയസ്സ് വരെ ആ കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും തണലിൽ വളരേണ്ട ഒരു പ്രായമാണ്. ആ പ്രായത്തിലാണ് ഒരു കുട്ടി എങ്ങനെയാണ്, ആരാണ് ആയിത്തീരേണ്ടത്, എങ്ങനെയാണ് ആ കുട്ടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, എല്ലാം ഈ 6 വയസ്സിനുള്ളിൽ എന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ 6 വയസ്സാവുമ്പോൾ മാത്രമാണ് സ്കൂളിൽ പോയത്. 6 വയസ്സിന് മുമ്പ് വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിമാരുടെയും അനിയന്മാരുടെയും മറ്റ് അയൽക്കാരുടെയും കുട്ടികൾ അവരുടെ കൂടെ ചാടി കളിച്ച് തിമിർത്ത് പല കാര്യങ്ങളും പഠിച്ച് അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി. നമ്മുടെ രക്ഷിതാക്കളുടെ ഒരാഗ്രഹം 3 വയസ്സാവുമ്പോഴത്തേക്കും അവരെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കണം എന്നാണ് ഇന്നത്തെ രക്ഷിതാക്കളുടെ ആഗ്രഹം. മുല്ലപ്പന്തലും തോരണങ്ങളുമെല്ലാമായി സ്കൂളാകെ അലങ്കരിച്ചാണ് നവാഗതരെ സ്വീകരിച്ചത്. വിദ്യാലയ സമിതി പ്രസിഡന്റ് വി രവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TV ജയൻ, PTA പ്രസിഡന്റ് നിരഞ്ജൻ, മാതൃസമിതി പ്രസിഡന്റ് ഹരിത, പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ, സ്റ്റാഫ് സെക്രട്ടറി ശൈലജ, പ്രധാനാധ്യാപിക രാഗി തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവരുടെ പഠനപരമായ വിഷയങ്ങളായാലും പാഠ്യേതര വിഷയങ്ങളായാലും എല്ലാം വളരെ വ്യക്തമായി തന്നെ കണ്ടുകൊണ്ട് തന്നെ അവരത് വളർത്തിയെടുത്ത് വിജയത്തിലെത്തിക്കുന്നതിന് കഠിന പ്രയത്നം ചെയ്യുന്നതാണ് അധ്യാപകർ ഒപ്പം നിൽക്കുന്ന PTA. വളരെ സന്തോഷമാണ് നമ്മുടെ സ്കൂളുകളിൽ എപ്പോഴും പരിപാടിപ്പെടുത്തുന്നത്. PTA പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ശാസ്ത്രജ്ഞനും CNN പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രൊഫസർ ഡോക്ടർ എടത്തിൽ വിജയൻ, ടെലിവിഷൻ അവതാരകനും സംവിധായകനുമായ ഹരി P. നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് ഹരി ഭട്ടതിരിപ്പാട്,
സഞ്ജീവനി സമിതി സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അജോഷ്, ഹെഡ് മിസ്ട്രസ് രജനി, സ്റ്റാഫ് സെക്രട്ടറി KB മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. പല്ലിശ്ശേരി സെന്റ് മേരീസ് ALP സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സന്ധ്യകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ട്രജിൻ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക T. ദീപ ജോസഫ്, OSA പ്രസിഡന്റ് അപ്പു മേനോൻ, വർഗീസ് ചേനാത്ത്, റിയ വി ജോർജ്, രാഗി പുറഞ്ചു, വിജു, രോഷിത ക്ലീറ്റസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമോദ്ധാരണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. അഭിമാനത്തോടുകൂടെ പറഞ്ഞ 100% SLCക്ക് വിജയമുണ്ടാകുന്നു. ചുമ്മാ ഉണ്ടായതല്ല, നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിലേക്ക് ഒരുക്കിയെടുത്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 9A+ അല്ലേ, 9A+ നമ്മുടെ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി. 50 കുട്ടികൾ പരീക്ഷ എഴുതി, 56 കുട്ടികൾ പരീക്ഷ എഴുതി 9A+ കിട്ടി. അതോടൊപ്പം തന്നെ എല്ലാ കുഞ്ഞുങ്ങളും വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ കാണുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ യോഗങ്ങൾ കൂടുന്ന സമയത്ത് ഹോള് വളരെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഭംഗിക്കുറവ് തോന്നാറുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ അതിർത്തിയിൽ എയ്ഡഡ് സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ചേർപ്പ് ഗവൺമെൻറ് സ്കൂൾ എന്ന് ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പറയുന്നതിന് സാധിക്കും. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSA GVHS സ്കൂളിലെ +2 SSLC LSS USS ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. SSLC ചെയർമാൻ ഷമീർ, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, MPTA പ്രസിഡന്റ് KM രേഖ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, VHSE പ്രിൻസിപ്പൽ DS മനു, OSA ട്രഷറർ രവികുമാർ, ജനറൽ സെക്രട്ടറി ഹേമ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് ജൂനിയർ ബോയ്സ് സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. വാർഡ് മെമ്പർ ശ്രീമതി ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഹലോ, എല്ലാവരും അവധിക്കാലം അടിച്ചു പൊളിച്ചില്ലേ? ടൂറ് പോയിണ്ടായിരിക്കും, ബന്ധുവിധുകളിൽ പോയിണ്ടായിരിക്കും, അടിച്ചു പൊളിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കല്ലേ? അപ്പൊ നമുക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ഉത്സവമായിട്ടാണ് അധ്യയന വർഷം ആരംഭിക്കുന്നത്. നമ്മള് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പഠനോത്സവം ലാസ്റ്റ് നമ്മൾ നടത്തി സ്കൂൾ അവസാനിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു, സ്കൂൾ പ്രവേശനോത്സവമായി ആരംഭിച്ച് പഠനോത്സവമായിട്ട് അവസാനിപ്പിക്കും നമ്മൾ അധ്യയന വർഷം. നമുക്കറിയാം, മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഉത്സവമായിട്ടല്ല നമ്മൾ സ്കൂളിൽ വരിക. കുറേ കുട്ടികൾ കരഞ്ഞു വരും, കുറേ കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടു കൂടി വരും. പക്ഷെ ഇന്ന് ഈ സ്കൂളിൽ ഒരൊറ്റ കുട്ടി പോലും കരയുന്നത് കാണാനില്ലേ? അപ്പൊ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തുന്നത്. 15ാം വാർഡ് മെമ്പർ അൽഫോൺസ പോൾസൺ അക്ഷരദീപം തെളിയിച്ചു. 17ാം വാർഡ് മെമ്പർ സുനിത ജിനു നവാഗതരെ സ്വീകരിച്ചു. പുതുതായി വിദ്യാലയത്തിൽ ചേർന്ന മുഴുവൻ കുട്ടികൾക്കുള്ള ബാഗുകൾ വാർഡ് മെമ്പർ നസീജ മുത്തലീഫ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് CK വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ SMC മെമ്പർ രഞ്ജിനി, SSG വൈസ് ചെയർമാൻ PH ഉമ്മർ, ഇന്ദുലേഖ, നിർമ്മല, MPTA പ്രസിഡന്റ് നിജി തോമസ്, PTA വൈസ് പ്രസിഡന്റ് ഷാരി ചന്ദ്രൻ, സ്റ്റാഫ് പ്രതിനിധി അബ്ദുൽ അഹദ്, സ്കൂൾ ലീഡർ മുഹമ്മദ് സൈഫുദ്ദീൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലതിക, പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് LSS സ്കോളർഷിപ്പ് നേടിയ മുഹമ്മദ് സൈഫുദ്ദീൻ, ഫാസില ബീവി, ആയിഷ നഹറിൻ എന്നിവരെ ആദരിച്ചു. വിദ്യാലയത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന അധ്യാപിക പ്രിയയ്ക്ക് സ്നേഹാദരം കൈമാറി. DMLP പനങ്കുളം സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ ചടങ്ങിൽ നടന്നു. പഞ്ചായത്ത് അംഗം അമ്പിളി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അഭിനവ് PS, MU അക്തർ, മുഹമ്മദ് സുഹൈൽ, അമൽ മുഹമ്മദ് എന്നിവരെ അനുമോദിച്ചു. OSC പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, അശോകൻ, സിദ്ധാർത്ഥൻ, ഐഷാബി, ചേർപ്പ് ASI ഷീജ, സ്കൂൾ ലീഡർ ഐമൻ, ശിവദ, സ്കൂൾ സീനിയർ അധ്യാപിക ജീതു എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഇൻചാർജ് PM സൗമ്യ, PTA പ്രസിഡന്റ് CS സിരിൻസൺ,
PTA വൈസ് പ്രസിഡന്റ് TS സുഗേഷ്, വാർഡ് മെമ്പർ അനിത ശശി, പഞ്ചായത്ത് അംഗങ്ങളായ സരിത സുരേഷ്, മിൽന സ്മിത, SMC വൈസ് പ്രസിഡന്റ് VJ പ്രസിൽ, OSA പ്രസിഡന്റ് ദിവ്യാനന്ദൻ ചാലിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ ബാഗ് വിതരണം ജോസ ലൂക്കാസ് പ്രതിനിധി, പഠനോപകരണങ്ങളുടെ വിതരണം MPTA പ്രസിഡന്റ് പ്രജിത പ്രശാന്ത് എന്നിവർ ചേർന്ന് നടത്തി. പെരുവനം അച്ചങ്കത്ത് പരേതരായ കുഞ്ഞുണ്ണി നമ്പീശന്റെയും രാധയുടെ മകൾ സുമ മുംബൈയിൽ നിര്യാതയായി. 54 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 3:30 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വേനൽ അവധിയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാർത്ഥികളെ വരവേറ്റ വിദ്യാലയങ്ങൾ. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂർ GVHSSൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം വല്ലച്ചിറ GUP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വർഷക്കാലമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ശിവശങ്കരന് ഉപഹാരം നൽകി ആദരിച്ചു. വിരമിക്കലിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ ശിവശങ്കരനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.